അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എ4 അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മക്കളെ, ക്രിസ്മസ് പരീക്ഷയൊക്കെ അടുത്ത് വരികയാണല്ലോ. അപ്പോൾ 7ാം ക്ലാസ്സിൻ്റെ അറബി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ടീച്ചർ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങളതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കൂ. യഖ്റ ഉൽ ഫിഖ്റ വൻ യുജീബു അനിൽ അസ്ഇല. താഴെ കൊടുത്തിട്ടുള്ള പാരഗ്രാഫ് വായിക്കുക, എന്നിട്ട് അതിന് താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് കേട്ടോ. നോക്കൂ ആ ഒരു പാരഗ്രാഫ് എന്താണ് എന്ന്. കാന നസീമുൻ മുസാരിഅൻ. നസീം ഒരു മുസാരി ആയിരുന്നു. മുസാരി ആരാണ്? ഒരു കർഷകനായിരുന്നു. യൗമൻ അങ്ങനെ ഒരു ദിവസം വജദ അൽ ജസറ മസ്റൂഖൻ. അതായത് നസീം കണ്ടു. എന്താണ് കാണുന്നത്? ക്യാരറ്റ് മോഷ്ടിക്കപ്പെട്ടതായിട്ട് കണ്ടു എന്നാണ്. ഫഅറാദ അൻ യുറാഖിബ ലൈലൻ കൈ യഖ്ബില അല ശാരിഖി ഫറഅൽ അർനബ യഅകുലുൽ ജസറ. അങ്ങനെ ഫഅറാദ അവൻ ഉദ്ദേശിച്ചു അൻ യുറാഖിബ ലൈലൻ രാത്രിയിൽ നിരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് കൈ യഖ്ബില അല ശാരിഖി ആ ഒരു മോഷ്ടാവിനെ കള്ളനെ പിടിക്കുവാൻ വേണ്ടിയിട്ട് രാത്രിയിൽ നിരീക്ഷിക്കുവാൻ അവൻ ഉദ്ദേശിച്ചു എന്നാണ്. അങ്ങനെ ഫറഅൽ അർനബ യഅകുലുൽ ജസറ ഒരു മുയല് ക്യാരറ്റ് തിന്നുന്നത് അവൻ കണ്ടു. ഫഅംസകഹു അങ്ങനെ അവനെ പിടികൂടി. കൈ യുആഖിബുഹു ബിശിദ്ദത്തിൻ കഠിനമായിട്ട് ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ മുയലിനെ പിടികൂടി. ഫഖാല ആ സമയത്ത് മുയൽ പറഞ്ഞു, ലൻ ആകുലൽ ജസറ അബദൻ, ഞാൻ ഒരിക്കലും ക്യാരറ്റ് തിന്നിട്ടേ ഇല്ല എന്നാണ് മുയൽ പറഞ്ഞത് കേട്ടോ. ലാക്കിൻ നസീമു പക്ഷേ നസീം ഖല അസ്നാനൽ അർനബി ആ ഒരു മുയലിൻ്റെ പല്ലുകൾ ഊരിയെടുത്തു. ഖല എന്ന് പറഞ്ഞാൽ ഊരിയെടുത്തു എന്നാണ്. ബാദ അയ്യാമിൻ അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം റഅൽ ജസറ മഅകൂലൻ മറത്തൻ ഉഖ്റ റഅൽ ജസറ മഅകൂലൻ ക്യാരറ്റ് വീണ്ടും തിന്നതായിട്ട് കണ്ടു എന്നാണ്. മറത്തൻ ഉഖ്റ ഒരിക്കൽ കൂടി അങ്ങനെ നസീം കണ്ടു. ഫസ്വാറ ഓലിബൻ അപ്പോൾ അവന് കോപിഷ്ഠനായി ദേഷ്യം വന്നു എന്നാണ്. ദേഷ്യം പിടിച്ചവനായി തീർന്നു. അങ്ങനെ അംസക നസീമുൻ അൽ അർനബ വീണ്ടും നസീം ആ ഒരു മുയലിനെ പിടികൂടി. ഫസഅലഹു എന്നിട്ട് അതിനോട് ചോദിച്ചു, മൻ അക്കലൽ ജസറ യാ അർനബ് അല്ലയോ മുയലെ, ആരാണ് ക്യാരറ്റ് തിന്നത് എന്ന് ചോദിച്ചു. ഫഖാല അപ്പോൾ ആ ഒരു മുയൽ പറയാണ്, അന ജഅൽതുഹു അസീറൻ വശരിബ്തു ഞാനതിനെ ജ്യൂസാക്കിയിട്ട് മാറ്റി, എന്നിട്ട് ഞാനത് കുടിച്ച് കളഞ്ഞു എന്നാണ് ആ ഒരു മുയൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ള പാരഗ്രാഫ് എന്ന് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് താഴെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. നോക്കൂ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ എന്ന്. മൻ കാന യഅകുലുൽ ജസറ ഫിൽ മസ്റഅതി ആരാണ് കൃഷിയിടത്തിൽ നിന്നും ആ ഒരു ക്യാരറ്റ് തിന്നുന്നത് എന്നാണ്. ആരായിരുന്നു? അസ്സഅലബ് കുറുക്കൻ, അൽ അർനബ് മുയല്, അൽ ഉസ്ഫൂർ കുരുവി, അൽ ഒസാല് മാന്. ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ്. ഏതാണ് ശരിയുത്തരം? അൽ അർനബ് എന്ന് പറയുന്നതാണ് കേട്ടോ. മുയലാണ് ആ ഒരു ക്യാരറ്റ് തിന്നു കളഞ്ഞത് അല്ലേ. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. നസീമുൻ ഡേഷ് നസീം ആരായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. നജ്ജാർ അദ്ദേഹം ഒരു ആശാരിയായിരുന്നു. മുസാരിയോൻ ഒരു കർഷകനായിരുന്നു. സ്വയ്യാദുൻ ഒരു വേട്ടക്കാരനായിരുന്നു. താജിറുൻ കച്ചവടക്കാരനായിരുന്നു. ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസുകൾ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? നസീം ആരാണ്? മുസാരി ആണ്, കർഷകനാണ്. പിന്നെ മൂന്നാമത്തെ നോക്കൂ. യൗമുൻ ജംഉഹു യൗമ് എന്ന പദത്തിൻ്റെ ജം എന്താണ് എന്നാണ്. യൗമ് എന്ന് പറഞ്ഞ ദിവസം അല്ല. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് എന്താണ് പറയുക? അയ്യാമുൻ എന്നാണ് പറയുക. യൗമുൻ ജംഉഹു അയ്യാമുൻ എന്നാണ്. അടുത്ത സെൻറ്റൻസ് നോക്കൂ. ഫഅറാദ അൻ യുറാഖിബു ലൈലൻ കൈ യഖ്ബില അല ശാരിഖി സ്വഹി അൽ ജുംല. അതായത് അവിടെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസിൽ ചെറിയ ചില തെറ്റുകളുണ്ട്. അപ്പോൾ ആ ഒരു സെൻറ്റൻസിനെ നിങ്ങൾ ശരിയാക്കി എഴുതാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. എന്താണ് സെൻറ്റൻസിലെ തെറ്റ് എന്ന് നോക്കൂ. ഫഅറാദ അൻ യുറാഖിബു എന്നാണ് പറയുന്നത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഒരു ഫിഅൽ മുലാരിയുടെ മുൻപിൽ അൻ, ലെൻ, ഇതൻ, കൈ അല്ലേ, ഇതിലേതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ആ ഫിഅൽ മുലാരിയുടെ അവസാനത്തിൽ നസ്ബായിരിക്കും വരുന്നത്, അഥവാ ഫതഹ് ആയിരിക്കും വരുന്നത്. അപ്പം അങ്ങനെയാണ് എങ്കിൽ ഫഅറാദ അൻ യുറാഖിബു എന്ന് പറയാൻ പാടില്ല. എന്താണ് പറയേണ്ടത്? അൻ യുറാഖിബ എന്നാണ് പറയേണ്ടത്.
ശേഷം വന്നിട്ടുള്ള നോക്കൂ കൈ യഖ്ബില, അവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കൈ വന്നത് കൊണ്ട് തന്നെ യഖ്ബില എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അൻ വന്നത് കൊണ്ട് തന്നെ യുറാഖിബു എന്നുള്ളത് എന്താക്കി മാറ്റണം, യുറാഖിബ എന്നാക്കിയിട്ട് മാറ്റി എഴുതണം. അതാണ് ആ സെൻറ്റൻസിൽ വന്നിട്ടുള്ള മിസ്റ്റേക്ക് കേട്ടോ. നാലാമത്തെ ചോദ്യം നോക്കൂ, ലിമാദ സോറ നസീം ആലിബൻ, എന്തുകൊണ്ടാണ് നസീം ദേഷ്യം പിടിച്ചവനായിട്ട് കോപിഷ്ഠനായിട്ട് മാറിയത് എന്നാണ്. എന്ത് കാരണത്താലായിരുന്നു നസീമിന് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നത്? ഇവിടെ പാരഗ്രാഫിൽ നോക്കൂ, റഅൽ ജസറ മഅകൂലൻ മറത്തൻ ഉഖ്റ ഫസ്വാറ ആലിബൻ, അതായത് വീണ്ടും ആ ഒരു ക്യാരറ്റ് തിന്നതായിട്ട് കണ്ടു, അല്ല തിന്നപ്പെട്ടതായിട്ട് കണ്ടു. അപ്പോഴാണ് നസീം കോപിഷ്ഠനായത്, അല്ല ദേഷ്യം പിടിച്ചവനായത് എന്നാണ്. അപ്പോൾ അതാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. രണ്ടാമത്തെ ചോദ്യം നോക്കൂ, ലുക്കമിനൽ ജുമല ഹസ്ബ സൂറത്തി സാഅ, താഴെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസുകൾ നമുക്ക് പൂർത്തിയാക്കാം. ഹസ്ബ സൂറത്തി സാഅ, അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു ക്ലോക്കുകൾ ഉണ്ടല്ലോ, ആ ക്ലോക്കുകളുടെ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ അഥവാ ക്ലോക്കിലുള്ള ടൈമുകൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ അവിടെ രേഖപ്പെടുത്തുകയാണ് വേണ്ടത്. നോക്കൂ, വസൽത്തു ഇലൽ മദ്രസത്തി ഫിസ്സാഅത്തി ഡാഷ്, വസൽത്തു ഞാൻ എത്തി, ഇലൽ മദ്രസത്തി സ്കൂളിലേക്ക് ഞാൻ എത്തി, ഫിസ്സാഅത്തി ഡാഷ്, അവിടെ ഒരു ക്ലോക്കിൽ എത്രയാണ് സമയം കൊടുത്തിട്ടുള്ളത്, 10 മണിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഫിസ്സാഅത്തിൽ ആഷിറ എന്നാണ് അവിടെ ഉത്തരം വരുന്നത്. രണ്ടാമത്തെ നോക്കൂ, ദക്കൽ ജറസു ബെല്ലടിച്ചു, ഫിസ്സാഅത്തി ഡാഷ്, അല്ലേ ആ ഒരു സമയം എത്രയാണ്, 11 മണിയാണ് നമുക്ക് ആ ഒരു ക്ലോക്കിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളെങ്ങനെയാണ് 11 മണിക്ക് എന്താണ് പറയുക, അൽ ഹാദിയത്തു അഷറ എന്നാണ് 11 മണിക്ക് പറയുന്നത്, അല്ലേ. ദക്കൽ ജറസു ഫിസ്സാഅത്തിൽ ഹാദിയത്തു അഷറ ലി ഫുസ്ഹ, ഫുസ്ഹ എന്ന് പറഞ്ഞാൽ ബ്രേക്കാണ്, ഇടവേള, അതാണ് ഫുസ്ഹ എന്ന് പറയുന്നത്. മൂന്നാമത് നോക്കൂ, ബാദ ഫുസ്ഹത്തിൽ അദാഇ, ലഞ്ച് ബ്രേക്കിന് ശേഷം, ഫിസ്സാഅത്തി ഡാഷ് ദഖൽതു സഫ, ഞാൻ ക്ലാസ്സിൽ പ്രവേശിച്ചു. അവിടെ ക്ലോക്കിൽ എത്ര സമയമാണ് കാണാൻ പറ്റുന്നത് എന്ന് നോക്കൂ, 2 മണിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഉത്തരം എഴുതാം, ഫിസ്സാഅത്തി സാനി, അല്ലേ, ഫിസ്സാഅത്തി സാനി ദഖൽതു സഫ എന്നാണ് വരുന്നത്. റജഅതു മിനൽ മദ്രസത്തി, ഞാൻ സ്കൂളിൽ നിന്നും മടങ്ങി, ഫിസ്സാഅത്തി ഡാഷ് മസാഅൻ, അതിലെ ക്ലോക്കിൽ നമുക്കവിടെ 8 മണിയാണ് കാണാൻ പറ്റുന്നത്, അല്ലേ. അപ്പോൾ ഫിസ്സാഅത്തി സാമിന മസാഅൻ എന്നാണ് പറയാം. ഫിസ്സാഅത്തി സാമിന മസാഅൻ, 8 മണിക്ക് ഞാൻ സ്കൂളിൽ നിന്നും മടങ്ങി എന്നാണ്. നിങ്ങൾ ഓരോ സമയം നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. 1 മണി മുതൽ 12 മണി വരെ. പിന്നെ ടീച്ചർ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് 30 മിനിറ്റ്, 15 മിനിറ്റ്, അല്ലേ, 20 മിനിറ്റ് എന്നൊക്കെ ഉള്ളതിന് നമ്മൾ എന്താണ് പറയുക. അതുപോലെ തന്നെ 12 മണിയാണ് എങ്കിൽ, അല്ലെങ്കിൽ 11:50 ആണ് എങ്കിൽ, അപ്പോൾ നമ്മൾ എങ്ങനെ സമയം പറയും എന്നൊക്കെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇതേ സമയം തന്നെ ആയിരിക്കണം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക എന്നില്ല, പക്ഷേ ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യനുകളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മനസ്സിലായല്ലോ? ഓക്കെ. മൂന്നാമത്തെ ചോദ്യം നോക്കൂ, ഇഖ്തറിൽ കെലിമാത്തി സ്വഹീഹ മിനൽ കൗസൈനി, ഇഖ്തർ നീ തിരഞ്ഞെടുക്കണം, അൽ കെലിമത്ത് സ്വഹീഹ ശരിയായിട്ടുള്ള പദം തിരഞ്ഞെടുക്കണം, മിനൽ കൗസൈനി ബ്രാക്കറ്റിൽ നിന്നും ശരിയായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുക്കാനാണ്. അൽഹബ് ഇലൽ മദ്രസത്തി ഞാൻ സ്കൂളിലേക്ക് പോകുന്നു, കൈ ഡാഷ് എന്നാണ്. അവിടെ ബ്രാക്കറ്റിൽ അതുറുസ അതുപോലെ തന്നെ നെതുറുസ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോകുന്നത് എന്തിനാണ്, അതുറുസ ഞാൻ പഠിക്കുവാൻ, നെതുറുസ ഞങ്ങൾക്ക് പഠിക്കുവാൻ എന്നാണ്. അപ്പോൾ നമുക്കറിയാം അദ്ഹബു എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും, അതുറുസ എന്നായിരിക്കും വരുന്നത്, അല്ലേ. കൈ വന്നത് കൊണ്ട് തന്നെ അതുറുസ എന്നാണ് പറയേണ്ടത്. അപ്പോൾ അവിടെ ഉത്തരമായിട്ട് വരുന്നത് അതുറുസ എന്നായിരിക്കും കേട്ടോ. രണ്ടാമത് നോക്കൂ, അരിജാലു ഡാഷ് മിനൽ ഹഖലി, അരിജാലു പുരുഷന്മാർ, റജലി എന്നതിൻ്റെ ജം ആണ് റിജാൽ എന്ന് പറയുന്നത്. പുരുഷന്മാർ ഡാഷ് മിനൽ ഹഖലി വയലിൽ നിന്നും, എർജിയോ എർജിയോൻ, എർജിയോ എന്ന് പറഞ്ഞാൽ അവൻ മടങ്ങുന്നു എന്നാണ്, എർജിഊൻ എന്ന് പറഞ്ഞാൽ അവർ മടങ്ങുന്നു എന്നാണ്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും, അരിജാൽ എന്ന് പറഞ്ഞാൽ കുറേ ആളുകളുണ്ട്, അല്ലേ, പുരുഷന്മാർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എർജിഊന, അല്ലേ, അൽ റിജാലു എർജിഊന മിനൽ ഹഖലി പുരുഷന്മാർ വയലിൽ നിന്നും മടങ്ങുന്നു എന്നാണ്.
മൂന്നാമത്തെ നോക്കൂ, അന ഡേഷ് ഉലയ്യ ഔക്കാത്തി. അന ഞാൻ, ഡേഷ് ഉലയ്യ പാഴാക്കി കളയുക, ഔക്കാത്തി എൻ്റെ സമയത്തെ ഞാൻ പാഴാക്കി കളയുകയില്ല എന്നാണ് പറയേണ്ടത് അല്ലേ. അപ്പോൾ അവിടെ ഉലയ്യ എന്നാണ് പറയുന്നത്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള പദങ്ങൾ നോക്കൂ, ലം അതുപോലെ തന്നെ ലൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്കറിയാം അല്ലൻ ഇതൻ കൈ വന്നു കഴിഞ്ഞാലാണ് ശേഷം വരുന്ന ഫിയലിൻ്റെ അവസാനത്തിൽ നെസ്ബ് വരുന്നത് അല്ലേ, ഉലയ്യ എന്നായിട്ട് മാറുന്നത്. ലമ്മാണ് എങ്കിൽ അവസാനത്തിൽ ജസ്മായിരിക്കും അഥവാ സുക്കൂനായിരിക്കും, ഉലയ്യ എന്നാണ് വരിക. അപ്പോൾ ഇവിടെ ഉലയ്യ എന്ന് കൊടുത്തത് കൊണ്ട് തന്നെ ഇവിടെ ഏതായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്, ലൻ ഉലയ്യ ഞാൻ പാഴാക്കുകയേ ഇല്ല, ഔക്കാത്തി എൻ്റെ സമയങ്ങളെ എന്നാണ്. അടുത്ത സെൻറ്റൻസ് നോക്കൂ, ഡാഷ് മുഹമ്മദ് ജദ്ദഹു ഒദൻ. മുഹമ്മദ് നാളെ അവൻ്റെ വല്യുപ്പയെ, അവൻ്റെ ഗ്രാൻഡ് ഫാദറിന് എന്തായിരിക്കും, യസൂറൂന അവർ സന്ദർശിക്കുന്നു, യസൂറു അവൻ സന്ദർശിക്കും എന്നാണ്. എന്താണ്, കുറേ ആളുകളാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം, യസൂറൂന അല്ല അവർ സന്ദർശിക്കും എന്ന് പറയാം. ഇവിടെ മുഹമ്മദ് ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അവിടെ യസൂറു എന്നാണ് പറയുക. യസൂർ മുഹമ്മദൻ ജദ്ദഹു ഒദൻ എന്നാണ് കേട്ടോ. അടുത്ത് നോക്കൂ, ഡാഷ് അല അഹ്വാലി അഹാലി മുണ്ടക്കൈ. മുണ്ടക്കൈയിലെ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ അല്ലേ. വാ അസഫ ഐവ. വാ അസഫ എന്ന് പറഞ്ഞാൽ എത്ര ദുഃഖകരമാണ് അല്ലെങ്കിൽ എന്ത് ദുഃഖമേ എന്നൊക്കെയാണ് വാ അസഫ എന്ന് പറഞ്ഞാൽ. ഐവ എന്നുള്ള സാധാരണ നമ്മളെന്താണ് ആ ഒരു സന്തോഷമുള്ള സമയത്ത് അല്ലേ ഐവ എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും, വാ അസഫ എന്നാണ് അവിടെ ഉത്തരമായിട്ട് വരും. കാരണം ഒരു ദുഃഖത്തേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരം സന്ദർഭത്തിലാണ് വാ അസഫ എന്ന് ഉപയോഗിക്കുക കേട്ടോ. ഒരു ഹാപ്പി ആയിട്ടുള്ള മൂമെൻറ്റിലാണ് എങ്കിൽ നമുക്ക് അവിടെ ഏത് ഉപയോഗിക്കാം, ഐവ എന്ന് ഉപയോഗിക്കാം. മനസ്സിലായല്ലോ. നാലാമത്തെ ചോദ്യം നോക്കൂ, നഫിരിസുൻ നുഫായാത്തി വനുൽഖീഹ ഫിസ്സല്ലാത്തിൽ മുനാസിബ. എന്താണ് ഇവിടെ പറയുന്നത്, നമുക്ക് താഴെ കൊടുത്തിട്ടുള്ള വേസ്റ്റുകളെ വേർതിരിക്കാം, എന്നിട്ട് അതിനെ നമുക്ക് യോജിച്ച ബാസ്ക്കറ്റുകളിൽ, യോജിച്ച കൊട്ടകളിൽ നിക്ഷേപിക്കാമെന്നാണ്. ഒന്നാമത്തെ വേസ്റ്റ് എന്താണെന്ന് നോക്കൂ, അൽ ഖാറൂറത്തുൽ പ്ലാസ്റ്റിക്കിയ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, അതുപോലെ തന്നെ കിഷുറുൽ ബീൽ മുട്ടയുടെ തൊലി, അതാണ് കിഷുറുൽ ബീൽ എന്ന് പറയുന്നത്. അദ്ദഫാഇറുൽ ഖദീമ, അത് ദഫായർ ആയിരിക്കില്ല, ദഫാത്തിർ എന്നായിരിക്കും കേട്ടോ, പഴയ നോട്ട് ബുക്കുകൾ. അൽ അഖ്ലാമുൽ മുത്തക്കിസിറ, അതുപോലെ തന്നെ കേടായിട്ടുള്ള പൊട്ടിപ്പോയിട്ടുള്ള പേനകൾ. ഉലബുൽ ഹലീബ് പാലിൻ്റെ കുപ്പികൾ, അതാണ് ഉലബുൽ ഹലീബ് എന്ന് പറയുന്നത്, മിൽക്ക് ബോട്ടിലുകൾ. തിൽഫാസുൽ ഫാസിദ് കേടായിട്ടുള്ള TV, അതാണ് തിൽഫാസുൽ ഫാസിദ് എന്ന് പറഞ്ഞാൽ. അൽ മനാദീലുൽ വറഖിയ പേപ്പർ നാപ്കിനുകളാണ് കേട്ടോ, അതായത് നമ്മൾ ടിഷ്യൂ പോലത്തെ പേപ്പറുകൾ. അതുപോലെ ഫലലാത്തുത്തോ ഫുഡിൻ്റെ വേസ്റ്റുകൾ. ഇത്രയാണ് അവിടെ കൊടുത്തിട്ടുള്ള മാലിന്യങ്ങൾ, വേസ്റ്റുകൾ എന്ന് പറയുന്നത്. കുറച്ചും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്, കിഷുറുൽ ഖലറവാത്ത് പച്ചക്കറികളുടെ തൊലി. തിൽഫാസുൽ ഖരിബ് അല്ലെ കേടായിട്ടുള്ള അല്ലെങ്കിൽ ചീത്തയായിട്ടുള്ളതായ TV. അൽ ഔറാഖുൽ മുസ്താമൽ, അതുപോലെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പേപ്പറുകൾ. അൽ ജവാലാത്തുൽ ഖരിബ കേടുവന്ന് പോയിട്ടുള്ള നാശമായിട്ടുള്ളതായ മൊബൈൽ ഫോണുകളാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് അവിടെ കൊടുത്തിട്ടുള്ള വേസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി അവിടെ കൊടുത്ത ബാസ്ക്കറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. അന്നുഫായാത്തുൽ വറഖിയ അല്ലെ പേപ്പർ വേസ്റ്റുകൾ, അതുപോലെ അന്നുഫാഅത്തു തൊബിഇയ്യ പ്രകൃതിപരമായിട്ടുള്ള വേസ്റ്റുകൾ. അന്നുഫായാത്തുൽ ഇലക്ട്രോണിക് വേസ്റ്റുകൾ. അന്നുഫായാത്തുൽ പ്ലാസ്റ്റിക്കിയ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ എന്നാണ്. അപ്പോൾ ഇവ ഓരോന്നിലും നമ്മൾ ഏതൊക്കെയാണ് വരുന്നത് എന്ന് വെച്ചാൽ അത് നമ്മൾ എന്ത് ചെയ്യുക, തിരഞ്ഞെടുത്ത് എഴുതാണ് വേണ്ടത്. ഇവിടെ നമുക്ക് ദഫാത്തിറുൽ ഖദീമ അല്ലെ പഴയ നോട്ട് ബുക്കുകൾ, അതുപോലെ തന്നെ അൽ മനാദീലുൽ വറഖിയ, അതുപോലെ അൽ ഔറാഖുൽ മുസ്താമൽ, ഇത് മൂന്നും നമുക്ക് ഒന്നാമത്തെ ബാസ്ക്കറ്റിൽ ഇടാം അല്ലെ, ഒന്നാമത്തെ ബാസ്ക്കറ്റിൽ നിക്ഷേപിക്കാം. രണ്ടാമത് നോക്കൂ, അന്നുഫായാത്തു തൊബിഇയ്യ പ്രകൃതി വേസ്റ്റുകളാണ്. അതിലേതെല്ലാം വരും, ഒന്ന് ഫലലാത്ത് ത്വആം, അതുപോലെ തന്നെ കിഷുറുൽ ഖലറവാത്ത് ഫുഡിൻ്റെ വേസ്റ്റുകൾ, അതുപോലെ പച്ചക്കറികളുടെ തൊലി, അതുപോലെ കിഷുറുൽ ബീൽ അല്ലെ മുട്ടയുടെ തൊലി. ഇവ മൂന്നും നമുക്കതിൽ നിക്ഷേപിക്കാം. ഇനി ഇലക്ട്രോണിക് വേസ്റ്റുകളാണ്, അതിലേതെല്ലാമാണ് വരുന്നത് എന്ന് നോക്കൂ.
അത്തിൽഫാസുൽ ഫാസിദ്, അതുപോലെ തന്നെ അത്തിൽഫാസുൽ ഹരീബ്, അൽ ജവാലാത്തുൽ ഹരിബ. ഇത് മൂന്നുമായിരിക്കും അതിൽ വരുന്നത്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഏതൊക്കെയാണ്, അവയുടെ വേസ്റ്റുകൾ, അതാണ് അവിടെ നിങ്ങൾ എഴുതേണ്ടത്. അതുപോലെ ഇനി പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഏതൊക്കെയാണ് എന്നാണ് 4ാമത്തെ ബാസ്ക്കറ്റിൽ. അതിൽ അൽ ഖാറൂറത്തുൽ പ്ലാസ്റ്റിക്കിയ അല്ലെ പ്ലാസ്റ്റിക് കുപ്പികൾ, അതുപോലെ തന്നെ ഒൽബുൽ ഹലീബ്, അതുപോലെ മിൽക്കിൻ്റെ കുപ്പി അല്ലെ പാലിൻ്റെ കുപ്പികൾ, അൽ കലമുൽ മുത്തക്കസിറ, അതുപോലെ കേടുമായിട്ടുള്ള പേനകൾ, അത്രയുമാണ് അതിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസുകൾ വരികയാണ് എങ്കിൽ നിങ്ങൾ ആദ്യം ഓരോരോ പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഓരോ വേസ്റ്റുകളും ഏതൊക്കെയാണെന്ന് വേർതിരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള വിവിധ തരം മാലിന്യങ്ങളും വേസ്റ്റുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആക്ടിവിറ്റി ഇതുപോലെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്ന പദങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഇനി 4ാമത്തെ ചോദ്യം നോക്കൂ. അഇദ്ദ സീറത്തക്കും ദാത്തിയ ലിത്തർഷീഫിൽ ഇൻതിഖാബാത്തിൽ മദ്രസിയ. എന്താ പറയുന്നത്? അഇദ്ദ, നീ തയ്യാറാക്കണം, സീറത്തക്കും ദാത്തിയ, നിൻ്റെ ബയോഡാറ്റ തയ്യാറാക്കുവാനാണ്. സീറ ദാത്തിയ, ബയോഡാറ്റ തയ്യാറാക്കുക. ലിത്തർഷീഫിൽ ഇൻതിഖാബാത്തിൽ മദ്രസിയ, സ്കൂൾ ഇലക്ഷന് വേണ്ടിയിട്ട് അല്ല അതിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ, അതിലേക്കുള്ള ഒരു നാമനിർദ്ദേശം നൽകുവാൻ വേണ്ടിയിട്ടുള്ള നിൻ്റെ ബയോഡാറ്റ നീ തയ്യാറാക്കുവാനാണ്. മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ? നോക്കൂ, എന്തൊക്കെയാണ് ബയോഡാറ്റയിൽ ഫില്ല് ചെയ്യേണ്ടത് എന്ന്. അൽ ഇസ്മുൽ കാമിൽ, നിങ്ങളുടെ ഫുൾ നെയിമാണ്. ഇസ്മുൽ കാമിൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള പേര്. അസ്സൊഫ്, അതുപോലെ തന്നെ ക്ലാസ്. അൽ ഉൻവാൻ, നിങ്ങളുടെ അഡ്രസ്സാണ്. ഉൻവാൻ എന്ന് പറഞ്ഞാൽ അഡ്രസ്സ്. ജിൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജെൻഡർ, അതായത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ. അപ്പോൾ നിങ്ങളവിടെ ആണാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദക്കർ എന്ന് എഴുതാം, പെണ്ണാണെങ്കിൽ ഉൻസ എന്നാണ് എഴുതേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ അൽ ഉംർ, നിങ്ങളുടെ ഏജ്, വയസ്സാണ് ചോദിക്കുന്നത്. താരീഖുൽ മീലാദ്, ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, നിങ്ങളുടെ ജനന തീയതിയാണ് അവിടെ എഴുതേണ്ടത്. ഇസ്മു മുറബിസ്സൊഫ്, ക്ലാസ് ടീച്ചറുടെ പേര്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ആ ഒരു നാമനിർദ്ദേശ പത്രികയിലേക്ക് സമർപ്പിക്കുന്ന അതിൽ നിങ്ങളുടെ ബയോഡാറ്റ ആയിട്ട് കൊടുക്കേണ്ടത്. മനസ്സിലായി? അപ്പോൾ നിങ്ങൾ ബയോഡാറ്റയൊക്കെ എഴുതാൻ വരികയാണ് എങ്കിൽ അപ്പോൾ അതിൻ്റെ ഫോം അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് എന്ന് കറക്റ്റ് നോക്കിയിട്ട് വേണം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. 6ാമത്തെ ചോദ്യം നോക്കൂ. ഇഖ്തർ അസ്സത്രൽ മുനാസിബ ലിസ്വരി താലിയ. ഇഖ്തർ, നീ തിരഞ്ഞെടുക്ക്. അസ്സത്രൽ മുനാസിബ്, യോജിച്ച വരി തിരഞ്ഞെടുക്കുവാനാണ്. ലിസ്വർ താലിയ, താഴെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾക്ക് യോജിച്ചിട്ടുള്ളതായ വരികൾ നിങ്ങൾ തിരഞ്ഞെടുക്കുവാനാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? ചിത്രങ്ങൾ താഴെ ടീച്ചർ കാണിക്കാം. ആദ്യം ആ ഒരു വരികൾ നോക്കൂ. നഷുദ്ദിൽ അയാദി സ്വബാഹൻ മസാഅൻ, അല്ലേ, രാവിലെയും വൈകുന്നേരം നമുക്ക് പരസ്പരം കൈകൾ കോർക്കാം. ഇനഹ്മിയ ബിഅത്തിനിൽ ഓലിയ, നമ്മുടെ ആ ഒരു വിലയേറിയിട്ടുള്ള ആ ഒരു പരിസരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നാണ്. ദുഹാനുൽ മസാനി യുദി അൽ അനാം, അതായത് ഫാക്ടറികളിലെ പുക അത് മനുഷ്യരെ ഉപദ്രവിക്കുന്നുണ്ട്, മനുഷ്യർക്ക് പ്രയാസമാകുന്നുണ്ട്. യുസബ്ബിബു, അത് കാരണമായി തീരുകയും ചെയ്യുന്നുണ്ട്. ഷത്ത ലുറൂബിസ്സഖാം, വ്യത്യസ്ത രീതിയിലുള്ള രോഗങ്ങൾക്ക് അത് കാരണമായി തീരുകയും ചെയ്യുന്നുണ്ട്. 3ാമത്തെ വരി നോക്കൂ. നുലല്ലിൽ തുർബത്തഹ ബിശ്ശജരി, അതിൻ്റെ മണ്ണിനെ നമുക്ക് തണലുള്ളതാക്കി മാറ്റാം. അനുബഇദു അൻഹ, അതിൽ നിന്ന് അകറ്റിക്കളയുകയും ചെയ്യാം. അൽ അദാ വല്ലറർ, പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അകറ്റിക്കളയുകയും ചെയ്യാമെന്നാണ്. അപ്പോൾ ഇതിൽ 1ാമത്തെ ചിത്രത്തിൽ എന്താണ് കാണാൻ പറ്റുന്നത്? ഫാക്ടറികളിൽ നിന്നും പുക ഉയരുന്നതാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. 1ാമത്തെ ആ ഒരു ചിത്രത്തിനോട് യോജിച്ച് വരുന്ന വരി ഏതാണ്? ഇവിടെ 2ാമത്തെ വരിയിൽ ദുഖാനുൽ മസ്വാനിഇ യുലിൽ അനാം യുസബ്ബിബു ഷത്ത ലുറൂബിസ്സഖാം, അതാണ് 1ാമത്തേൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി 2ാമത്തെ ചിത്രം നോക്കൂ. അതിലെന്താണ് കാണാൻ പറ്റുന്നത്? ആളുകൾ ഒന്നിച്ച്, അല്ലേ, പരസ്പരം നമുക്ക് മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കൈകോർക്കാം എന്നുള്ളൊരു ആശയമാണ് നമുക്ക് ആ ചിത്രത്തിൽ നിന്നും കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ആശയം വരുന്ന വരി ഇതിലേതായിരുന്നു? 1ാമത്തെ വരിയാണ് കേട്ടോ. നഷുദ്ദിൽ അയാദി സ്വബാഹൻ മസാ ലിനഹ്മിയ ബിഅത്തനിൽ ഓലിയ എന്നാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. 3ാമത്തെ ചിത്രം നോക്കൂ. അതുമായിട്ട് യോജിച്ച് വരുന്നത് ഏതായിരിക്കും? നുലിലെ തുർബത്തഹ ബിശ്ശജരി, ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം 2 കുട്ടികൾ അവിടെ മരം നട്ട് പിടിപ്പിക്കുന്നതാണ്. അപ്പോൾ ഏതായിരിക്കും? നുലിലെ തുർബത്തഹ ബിശ്ശജരി വനുബഇദു അൻഹൽ അദാ വല്ലറർ, ആ ഒരു വരിയാണ് ആ ഒരു ചിത്രത്തിനോട് യോജിച്ച് വന്നിട്ടുള്ളത്.
അതിൽ തന്നെ അടുത്ത ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് നോക്കൂ. സിൽ ബിൻ മുനാസിബ്, അതായത് ചേരുംപടി ചേർക്കാനാണ്, യോജിച്ചവയെ പരസ്പരം മാച്ച് ചെയ്യിപ്പിക്കാനാണ്. അൽ ഹാസൂബ് കമ്പ്യൂട്ടർ, അൽ മിജ്റഫത്ത് തൂമ്പയാണ് മിജ്റഫത്ത് എന്ന് പറയുന്നത്, കൈക്കോട്ട് കേട്ടോ. അൽ മിൻഷാറിൽ കഹ്റബായി ഇലക്ട്രിക് കട്ടറാണ്, അത് മരം മുറിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു കട്ടറിനാണ് അൽ മിൻഷാറിൽ കഹ്റബായി എന്ന് പറയുന്നത്. ഷാക്കൂഷ് ചുറ്റികയാണ്. അസ്സിമാഅത്ത് സെതസ്കോപ്പിനാണ് സിമാഅത്ത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിലിനി ആ ഒരു വസ്തുക്കൾ ആരിലേക്കാണ് മാച്ച് ചെയ്യിക്കേണ്ടത് എന്നാണ്. നോക്കൂ, അൽ ഹാസൂബ് കമ്പ്യൂട്ടർ ആർക്കാണ് ആവശ്യമായിട്ട് വരുന്നത്? അൽ മുസമ്മിൻ അല്ലെ ഡിസൈനർക്കാണ് കമ്പ്യൂട്ടർ ആവശ്യമായിട്ട് വരുന്നത്. അതുപോലെ അൽ മിജ്റഫത്ത് തൂമ്പ, അത് ആർക്കായിരിക്കും ആവശ്യമായിട്ട് വരുന്നത്? അൽ മുസാരിയ അല്ലെ കർഷകനാണ്. അൽ മിൻഷാറിൽ കഹ്റബ ഇലക്ട്രോണിക് കട്ടറാണ്, അതായത് മരം മുറിക്കാനൊക്കെ ഉപയോഗിക്കുന്ന കട്ടർ ആർക്കാണ്? അൽ ഹത്തോബ് അല്ലെ വിറക് മുറിക്കുന്ന ആൾക്കാണ് ഹത്തോബ് എന്ന് പറയാം കേട്ടോ. അതുപോലെ ഷാക്കൂഷ് ചുറ്റിക ആരായിരിക്കും? അൻ നജ്ജാർ അല്ലെ കാർപ്പൻ്റർ, ആശാരി, അതാണ് നജ്ജാർ എന്ന് പറയുന്നത്. അതുപോലെ അസ്സിമാ അത്തോബീബ് അല്ലെ ഡോക്ടർക്കാണ് സെതസ്കോപ്പ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ആ രൂപത്തിൽ വേണം നിങ്ങളത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള ഇത്തരം ഉപകരണങ്ങളുടെ പേരും അതുപോലെ തന്നെ അത് ഉപയോഗിക്കുന്ന ആളുകളുടെ പേരും ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. അല്ല എങ്കിൽ അത് തെറ്റിപ്പോവും. ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ചേരുംപടി ചേർക്കുന്ന സമയത്ത് രണ്ടെണ്ണം തെറ്റിപ്പോവും കേട്ടോ. അതാണ് വരുന്ന മിസ്റ്റേക്ക്. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ മക്കളെ, എല്ലാവർക്കും എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ടീച്ചർ വിചാരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അതോടൊപ്പം തന്നെ ആദ്യത്തെ 4 യൂണിറ്റുകളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ആ 4 യൂണിറ്റ് നന്നായിട്ട് പഠിക്കുക, എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ഇതുപോലുള്ള മോഡൽ ക്വസ്റ്റ്യൻസുകളൊക്കെ അതിൻ്റെ കൂടെ ചെയ്ത് നോക്കുകയും കൂടെ ചെയ്യാം. മനസ്സിലായല്ലോ? ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാവർക്കും പരീക്ഷ എളുപ്പമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ടീച്ചറുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.